എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം. ഇതിപ്പോ ഇന്ന് സ്പീഡ് പോസ്റ്റ് വഴി അഴക്കാനുള്ള പൊന്നാങ്കൻ ചീരയുടെ തൈകളാണ് ട്ടാ. അപ്പൊ നമ്മ കേരളത്തിന്റെ അകത്തും കേരളത്തിന് പുറത്തേക്കൊക്കെ ചീരയുടെ തൈകൾ അയച്ചു കൊടുക്കുന്നുണ്ട്. സ്പീഡ് പോസ്റ്റ് വഴി അഴക്കണ്ട്, DTDC കൊറിയർ വഴി അഴക്കണ്ട്. ഇതിപ്പോ സ്പീഡ് പോസ്റ്റ് വഴി അഴക്കാനുള്ള തൈകളാണ്. സ്പീഡ് പോസ്റ്റ് വഴി അഴക്കുമ്പോന്ന് വെച്ചാല് എല്ലാവരുടെ വീട്ടില് പോസ്റ്റ്മാൻ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും, വീട്ടിൽ എത്തുകയും ചെയ്യും. അപ്പൊ നമ്മ ഇത് 25 തൈകളുടെ പാക്കറ്റാണ് ട്ടാ. ഇതിപ്പോ 25 തൈകളാണ്. അപ്പൊ 25 തൈ വേണ്ടവർക്ക് 25 തൈ, 50 തൈ, അങ്ങനെ പല പല തരത്തിലാണ് ആളുകൾ തൈകൾ ഓർഡർ ചെയ്യണത്. അപ്പൊ നമ്മ പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞാൽ അറിയാലോ, കണ്ണിന്റെ പ്രശ്നങ്ങൾക്കും വയറിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് പൊന്നാങ്കണ്ണി ചീര. നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ചീര തന്നെയാണ് പൊന്നാങ്കണ്ണി ചീര. നമുക്ക് കുറഞ്ഞ സ്ഥലം മതി ചീര വളർത്താനായിട്ട്. നമുക്ക് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ അതേപോലെ വെർട്ടിക്കൽ ഗാർഡനിലോ ഹാങ്ങിങ് ബോട്ടിലോ വരെ വെച്ച് പിടിപ്പിക്കാം. അപ്പൊ നമ്മുടെ വീട്ടിൽ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ചീര തന്നെയാണ് ഈ പൊന്നാങ്കണ്ണി. നമുക്ക് നട്ട് വളർത്താൻ യാതൊരു പ്രയാസവും ഇല്ല ട്ടാ. കുറഞ്ഞ സ്ഥലം മതി. അതേപോലെ വർഷം മുഴുവനും ഉണ്ടാവുന്ന ഒരു ചീരയാണ് ഇത്. സാധാ ചീര പോലെയല്ല, വർഷം മുഴുവനും നമുക്ക് വിളവെടുത്തോണ്ടിരിക്കാൻ പറ്റിയ ചീരയാണ്. വേനൽക്കാലം ആയാലും മഴക്കാലം ആയാലും ഒക്കെ നന്നായിട്ട് തന്നെ വളരും. പ്രത്യേകിച്ച് യാതൊരു വളപ്രയോഗത്തിന്റെ ആവശ്യമില്ലാത്ത ചീരയാണ്. നമ്മ കറക്റ്റ് ആയിട്ട് നമ്മ ഒരു 2 ആഴ്ച എത്തുമ്പോ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് എപ്പോഴും ഇങ്ങനെ വിളവെടുത്തോണ്ടിരിക്കാം. അപ്പൊ ഇതാണ് പൊന്നാങ്കണ്ണി ചീര. പൊന്നാങ്കണ്ണി ചീര എന്ന് പറയാ കണ്ട, ഇതേപോലെയാണ് ഇലകളൊക്കെ ഇരിക്കണത്. കണ്ട, അടി നല്ല പിങ്ക് കളറാണ്. കണ്ട, അപ്പൊ ഇത് നല്ല വെയിലത്താണെങ്കിൽ കണ്ട നല്ല റെഡ് കളറായിരിക്കുള്ളൂ കേട്ടാ. നമ്മ സ്ഥലം അനുസരിച്ച് കണ്ട, വെയിൽ മാറണ അനുസരിച്ച് കണ്ട പച്ച കളറൊക്കെ വന്നേക്കണ. കണ്ട, ഇതേ കണ്ട, ഇതൊക്കെ വെയിൽ കുറഞ്ഞ സ്ഥലത്ത് നിൽക്കണ പൊന്നാങ്കണ്ണി ചീര തൈകളാണ്. അപ്പൊ പൊന്നാങ്കണ്ണി ചീര ഒരുപാട് ആളുകൾ ചോദിക്കും പച്ചയുണ്ടാ റെഡ് ഉണ്ടാന്നൊക്കെ. നമ്മൾ നടണ സ്ഥലം അനുസരിച്ച് അതിന്റെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് തണലത്തും വളരും വെയിലത്തും വളരും കേട്ടോ. തണലത്ത് വളരുമ്പോ കണ്ട ഇലകൾക്കൊക്കെ കുറച്ച് വലിപ്പം കൂടുതലായിരിക്കും. വെയിലത്താണെങ്കിൽ ഇലകൾക്ക് വലിപ്പം കുറവായിരിക്കും. അപ്പൊ ഇതേപോലെയാണ് പൊന്നാങ്കണ്ണി ചീര നമ്മ തിരിച്ചറിയണത്. അപ്പൊ പൊന്നാങ്കണ്ണി ചീര എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ജ്യൂസാക്കി കഴിക്കാം, നമുക്ക് തോരനുണ്ടാക്കി കഴിക്കാം, കറി വെച്ച് കഴിക്കാം. പിന്നെ കുടിക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കുമ്പോൾ നമുക്ക് ആ വെള്ളം തിളപ്പിച്ച് കുടിക്കാം. അതേപോലെ നമുക്ക് തോരനുണ്ടാക്കുമ്പോഴും മറ്റുള്ള തോരനുണ്ടാക്കുമ്പോഴും മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് അതിലൊക്കെ ചേർത്ത് ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് എങ്ങനെയായാലും നമ്മുടെ അകത്ത് ചെന്നാൽ മാത്രം മതി. കണ്ണിന് അധികം കംപ്ലൈന്റ് ഉള്ളവരാണ് ജ്യൂസൊക്കെ ആക്കി കുടിക്കണത്. അല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇന്ന് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം കൊടുക്കേണ്ട ഒരു ചീര തന്നെയാണ് പൊന്നാങ്കണ്ണി ചീര. പിന്നെ ഇതിന്റെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ 2 ആഴ്ച എത്തുമ്പോ കട്ട് ചെയ്ത് എടുത്തോളണം കേട്ടോ. അതാണ് ചീരയുടെ വളർച്ച. എന്നിട്ട് പിന്നെ നമുക്ക് വീണ്ടും ഒരു 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. നമ്മൊരു 10 ഗ്രോ ബാഗിലൊക്കെ നമ്മൾ നടുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും നമുക്ക് തോരനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ നമുക്ക് നട്ട് വളർത്താം. ഇതിപ്പോ നമ്മൾ ചീര നടണ ബാഗിൽ നട്ടിട്ടുണ്ട്, താഴെ മണ്ണിൽ നട്ടിട്ടുണ്ട്, അതേപോലെ ഗ്രോ ബാഗിലൊക്കെ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മ ഒരു പ്രാവശ്യം നട്ടാൽ മതി. പിന്നെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റി പിടിപ്പിക്കാം. പിന്നെ നമുക്ക് വേനൽക്കാലം ആയാലും ഞാൻ പറഞ്ഞില്ലേ, മഴക്കാലത്തൊന്നും പോണ ചീരയല്ല. ഇപ്പൊ നല്ല മഴയുടെ ടൈമാണല്ലോ, മഴക്കാലത്തൊക്കെ നന്നായിട്ട് വളരണ ചീര തന്നെയാണ്. അപ്പൊ നമ്മ അയച്ചു കൊടുക്കണ ചീര എങ്ങനെ നടാന്നൊക്കെ ഉള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ നമുക്ക് യാതൊരു പരിചരണമൊന്നും വേണ്ടാണ്ട് വളർത്താൻ പറ്റിയ ഒരു ചീരയാണ്. ചീരയുടെ തൈകൾ മാത്രമല്ല, ചീരയായിട്ടും അതേപോലെ അതിന്റെ പൗഡറായിട്ടൊക്കെ നമുക്ക് കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവര് എന്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.